നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉദയനക്കുറിപ്പിൻ്റെ വീരകഥകളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അഭയാർത്ഥികളായിട്ടുള്ള, അതായത് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്തതായിട്ടുള്ള, കുടുംബത്തിൽ പുരുഷന്മാരുടെ ഭരണം നടത്താൻ പറ്റാത്തതായ പല ഭവനങ്ങളുമുണ്ട്. കാരണം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് പുരുഷന്മാരൊക്കെ അംഗം വെട്ടി പലരും അംഗത്തിൽ മരിച്ചു പോകും. അപ്പോൾ സ്ത്രീകൾ തന്നെയാണ് പിന്നെ ജീവിതം. അങ്ങനെയുള്ള വീടുകളിലെ പെൺകുട്ടികളെ കാമാന്ധരായിട്ടുള്ള പലരും ഉപദ്രവിക്കാനായിട്ട് വരും. അങ്ങനെയുള്ളവരൊക്കെ അഭയം തേടി മാണിക്യോത്ത് വീട്ടിലേക്ക്, മേപ്പയിൽ മാണിക്യോത്ത് വീട്ടിലേക്ക്, ഉദയനക്കുറിപ്പിൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലാറുണ്ട്. അത്തരത്തിൽ പോയ ഒരു കുഞ്ഞുഞ്ഞമ്മയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എഴുത്തുപള്ളിയിലൊക്കെ പഠിക്കാൻ പോയിരുന്നു. കുഞ്ഞുഞ്ഞമ്മ എഴുത്തുപള്ളിയിൽ പോയിട്ട് അക്ഷരം പഠിക്കാനായിട്ട് പോയി. അപ്പോൾ പലതരത്തിലുള്ള കുട്ടികളും ഉണ്ടാവുമല്ലോ. അങ്ങനെ പോവുകയും ചെയ്യുമ്പോൾ 3-4 വിവാഹമൊക്കെ ചെയ്ത് കുടുംബമായി ജീവിക്കുന്ന ഒരു മരക്കാർ, കുഞ്ഞാലി മരക്കാരെന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരങ്ങനെയാണ്. അദ്ദേഹം വീട്ടിൽ 3-4 ഭാര്യമാരും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നത്. പഠിപ്പുരയിലിരിക്കുമ്പോൾ കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞുഞ്ഞമ്മ ഓത്തുപള്ളിയിലേക്ക് പോകുന്നതും വരുന്നതും കാണും. അദ്ദേഹത്തിനൊരു കൗതുകം തോന്നി. ആ പെൺകുട്ടി അങ്ങോട്ട് ഊഴം പറഞ്ഞ അവിടെ വീട്ടിൽ പോയി അന്വേഷിച്ച് നോക്കിയപ്പോൾ വലിയ ആണുങ്ങളൊന്നും ഇല്ല അവിടെ. ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഒരു വയസ്സുള്ളപ്പോഴേ അമ്മ മരിച്ചുപോയി കുഞ്ഞുഞ്ഞമ്മയുടെ. 2 വയസ്സുള്ളപ്പോൾ അച്ഛനും മരിച്ചുപോയി. അച്ഛനും അമ്മയും ഇല്ലാതെ അമ്മാവനോടൊപ്പം താമസിച്ചാണ് ഈ കുട്ടി വളരുന്നത്. അമ്മായിയാണ്. അമ്മായി വീട്ടിലെല്ലാ ജോലികളും എടുപ്പിച്ച് ആകുന്നത്ര കഷ്ടപ്പെടുകയാണ് ഈ കുട്ടിയെ. അപ്പോൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ആഗ്രഹം കൊണ്ട് അമ്മാവന് മാത്രമാണ് ഇത്തിരി സ്നേഹമുള്ളത്. അമ്മാവൻ പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ജീവിതം. അപ്പോൾ ഈ മരക്കാരെ ഇങ്ങനെ അത് കഴിഞ്ഞ വഴിക്ക് വേഗം ഒരു ദിവസം പോകുമ്പോൾ പറഞ്ഞു, ഇയാളുടെ കോട്ടയ്ക്ക് ഈ കുഞ്ഞാലി മരക്കാരെ വഴിയിൽ തടഞ്ഞു നിർത്തി നിൽക്കുക, അവിടെ നിൽക്കുക, ഒരു കാര്യം ചെയ്യും, ഒരു ഇളനീര് കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. അയ്യോ, എന്നിട്ടത് ഒരു സൽക്കാരം, ഇളനീര് വേണ്ട, ഇളനീര് പറ്റുക. അത് കഴിഞ്ഞ് പറഞ്ഞു, എന്നാൽ വാ ഇളനീരും കുടിച്ച് എൻ്റെ ഭവനമൊക്കെ ഒന്ന് കണ്ടട്ടെ. എൻ്റെ കോട്ടയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു കോട്ട പോലെയാണ്, വലിയ മാളിക വീടാണ്. എൻ്റെ മാളിക വീടൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. ഇന്നിപ്പോൾ എഴുത്തുപള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞുഞ്ഞമ്മയ്ക്ക് ദേഷ്യം വന്നു. കുഞ്ഞമ്മ എന്ത് പറഞ്ഞു എന്നറിയാം? ഇളനീര് കുടിക്കാനിപ്പോൾ നേരമില്ല, വീട് കാണാനൊന്നും നേരമില്ല, ഗുരുക്കൾ വന്ന് ഇരുന്ന് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ ഓടിപ്പോട്ടെ. അത് പറഞ്ഞാൽ പറ്റില്ല, ഞാനിപ്പോൾ വിടില്ല എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു? തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു സൂത്രം പറഞ്ഞു. ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ അപ്പം ഞാൻ ഇളനീരും കുടിക്കാം, കോട്ടയ്ക്കകം കാണാൻ കയറി വരാം എന്ന് പറഞ്ഞു. അപ്പം മരക്കാർക്ക് തോന്നി, എങ്ങനെ നിൽക്കാം, കുഞ്ഞുഞ്ഞമ്മ അടുത്തടുത്ത് വരുന്നുണ്ടല്ലോ, ശരി അങ്ങനെ വൈകുന്നേരം ഇതിലേ വരണം, അതൊക്കെ വരാമെന്നേ എന്നും പറഞ്ഞങ്ങ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. പക്ഷേ വൈകുന്നേരം അത് വഴി വരുമോ കുഞ്ഞുഞ്ഞമ്മ ഓടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വേഗം വേറെ വഴിക്ക് ഓടി വീട്ടിൽ പോയി അഭയം തന്നു. നേരെ സന്ധ്യയായി. കുഞ്ഞുഞ്ഞമ്മ ഇത് വഴി വന്നില്ല. ഉടൻ തന്നെ കുഞ്ഞാലി മരക്കാരൻ ചെയ്യുന്നു, ഒരു പെട്ടി സ്വർണ്ണം എടുത്തിട്ട് കുഞ്ഞുഞ്ഞമ്മയുടെ വീട്ടിലേക്കാണ് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മായിയാണുള്ളത്. അമ്മായിയോട് പറഞ്ഞു, ഞാൻ ഊഴം കുഞ്ഞമ്മയെ ഊഴം പറയാനായിട്ടാണ് വന്നത്, ഈ സ്വർണ്ണം നിങ്ങൾ വെച്ചു തന്നു. അപ്പം എന്ത് പറഞ്ഞു? അമ്മായിക്ക് തോന്നി, തരക്കടിലും ഈ മരക്കാർക്ക് ഊഴം കൊടുക്കുകയാണെങ്കിൽ അവളെ വന്ന് സംബന്ധം ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, തനിക്ക് സ്വർണം കിട്ടിയാൽ മതിയില്ല, അമ്മാവൻ അറിയണ്ട എന്ന് ആ മരക്കാരോട് പറഞ്ഞു. ഇന്ന് നല്ല ദിവസമല്ല, ഞായറാഴ്ച 4 പെട്ടി സ്വർണം തരണം, എന്നാലേ ഞാൻ സമ്മതിക്കുള്ളൂ, അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല കുഞ്ഞമ്മ എന്ന് പറഞ്ഞു. അവൾ നല്ല സുന്ദരി കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് മരക്കാരെ അന്ന് തിരിച്ചയച്ചു. പിന്നെ ഞായറാഴ്ച വരാം, 4 പെട്ടി സ്വർണം തരാം എന്നൊക്കെ പറഞ്ഞ് മരക്കാരും തിരിച്ചു പോകും. കുഞ്ഞുഞ്ഞമ്മ ഈ അമ്മായിയും മരക്കാരും തമ്മിൽ ഒപ്പിക്കണ കരാർ കേട്ടു, ഒളിച്ചു നിന്ന് കേട്ടപ്പോൾ എന്തു പറഞ്ഞു? അത് താനിവിടെ നിന്ന സംഗതി ശരിയാവില്ല, തൻ്റെ ഞായറാഴ്ച തന്നെ ഊഴം പറഞ്ഞ് മരക്കാർ വരും, ഈ അമ്മായി കൂട്ടു നിൽക്കും, തനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, എന്തൊരു വഴി വേണ്ടു എന്ന് കരുതിയിട്ട് നേരം രാത്രിയാകണ വഴിക്ക്
അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് വേഗം രാത്രി ആരും കാണാതെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഇറങ്ങി വഴി കൂടെ ഇറങ്ങി ഓടി അങ്ങോട്ട് പോയി. കുഞ്ഞമ്മ ചെന്നെത്തിയത് എവിടെയാണെന്നറിയാമോ? തച്ചോളി മാണിക്കോത്ത് മേപ്പയിൽ വീട്ടിൽ. അവിടെ ചെന്ന് വാതിൽക്ക മുട്ടി. അപ്പോൾ അവിടുത്തെ ദാസിപ്പെണ്ണ ഒരാൾ വന്ന് വാതിൽ പറഞ്ഞു, ഇവിടുന്ന് അവരെന്താ, അയ്യോ മിണ്ടല്ലേ എന്നെ കാവിലും ചാത്തോത്ത് കുങ്കിയമ്മയുടെ അടുത്ത് കൊണ്ടാക്കൂ, ഒതേനക്കുറുപ്പിൻ്റെ ഭാര്യയുടെ അടുത്ത് തന്നെ കൊണ്ടാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദാസിക്ക് തോന്നി എന്തോ കണ്ട് പേടിച്ച് പറഞ്ഞ പോലെ. ശരിയെന്നും പറഞ്ഞ് കൊണ്ടുപോയി. ശരിയെന്നും പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ ചെന്ന് കുങ്കിയമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ സമാധാനമായി. കുഞ്ഞമ്മയ്ക്ക് എന്തായാലും ഇനി രക്ഷപ്പെട്ടെന്ന് വെച്ചു. ഉണ്ടായ സംഗതികളെല്ലാം കാര്യങ്ങളെല്ലാം കുങ്കിയോട് പറഞ്ഞു, ചീരുവമ്മോട് പറഞ്ഞു, ചീരുവമ്മ വഴി ഉദയനനോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുഞ്ഞാലി മരക്കാർ ഉദയനനും തമ്മിൽ പരിചയമുണ്ട് താനും, നേരത്തെ പരിചയമുള്ളതാണ്. അന്വേഷിച്ചത് കൊണ്ട് പിന്നെ പലരും പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, മരക്കാർക്ക് മനസ്സിലായി തച്ചോളി മേപ്പയിലാണ് പോയി ഒളിച്ചേക്കണേ കുഞ്ഞമ്മ. ഉടനെ ശരി, മേപ്പയിലാണ്, എന്നാൽ പിന്നെ ഞാൻ അവിടെ ചെന്ന് ഊഴം പറഞ്ഞ് സംബന്ധം നടത്തിക്കോളാം, കാരണം ഉദയനക്കുറുപ്പിൻ്റെ വീടല്ലേ, ഞാനും ഉദയനക്കുറുപ്പും കൂട്ടുകാരല്ലേ എന്ന് കരുതി നേരെ പറഞ്ഞ പോലെ ഞായറാഴ്ച ആയപ്പോഴത്തേക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട് വലിയ സന്നാഹങ്ങളോടെ സ്വർണ്ണമൊക്കെ കൊണ്ട് മേപ്പയിൽ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞോണം പെട്ടെന്ന് ഉദയനം ചോദിച്ചു, ഈ ചാപ്പനാണ് കണ്ടത്. അപ്പം ചോദിച്ചു, എന്തേ വന്നേ മരക്കാർ, എന്തേ വരൂ എന്ന് പറഞ്ഞ് വളരെ സൽക്കാരത്തോടെ അകത്തേക്ക് വിളിക്കുകയൊക്കെ ചെയ്തു. തുറന്നപ്പോൾ ഇവിടെ ഉദയനൻ എവിടെയെന്ന് ചോദിച്ചു. ഉദയനൻ ഇവിടെ തലശ്ശേരി വാഴുന്ന തമ്പുരാൻ വിളിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയേക്കും, അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് അകത്തൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഈ കണ്ടാഞ്ചേരി ചാപ്പൻ എന്ത് പറഞ്ഞു, നിങ്ങളുടെ കാര്യം നിങ്ങളിന്ന് വരുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾക്കിവിടെ ഊഴം പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാടായിട്ടുണ്ട്, കുഞ്ഞമ്മയൊക്കെ അകത്തുണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹം കയറി പരക്കാർ കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരക്കകത്ത് പതുക്കനെ കയറി ചാഞ്ഞും ചെരിഞ്ഞും നോക്കിയപ്പോൾ വടിക്കിനി വിരിച്ചിട്ടുണ്ട്. വടിക്കിനി വിരിച്ചിടുക എന്ന് പറഞ്ഞാൽ അവിടെ അന്ന് സംബന്ധം നടക്കുന്ന കല്യാണം നടക്കുന്ന നടത്താം. വടിക്കിനി വിരിച്ചിട്ടേക്കണു, വെള്ള വിരിപ്പിട്ട് വിരിച്ചിട്ടേക്കണം. അപ്പോൾ സമാധാനം. ഉമ്മറത്തിരുന്ന് മുറുക്കലും വെടി പറയലും ഒക്കെ ചാപ്പനായിട്ട് പോയി. കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞേച്ച് അങ്ങും പോയി. പെട്ടെന്ന് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടാഞ്ചേരി ചാപ്പനെ കണ്ടില്ല. കാണണ്ട, അയാൾ അപ്പുറത്തൊക്കെ പറഞ്ഞു, താനിനിപ്പോൾ എന്തെന്നാ കാത്തിരിക്കണം, എത്ര നേരം കൊണ്ടിരുന്നത്, ഇനി തനിക്കിനി വെടിക്കിനെ പോവാം, വെടിക്കിനെ പോയി കഴിഞ്ഞിട്ട് കുഞ്ഞമ്മ അവിടെ വന്നിരിപ്പുണ്ടാവുമല്ലോ എന്നും കരുതി മരക്കാർ അവിടേക്കാണ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മ അടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കട്ടിലുമേൽ ഇരിക്കുന്നുണ്ട്. ചൂരൽക്കട്ടിലാണേലും ആ ചൂരക്കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. വേഗം മരക്കാർ അകത്തേക്ക് കയറി ചെന്ന വഴിക്ക് കുഞ്ഞമ്മ അങ്ങോട്ട് കയറി പിടിച്ചു. പേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കല്ലേ വിധം മാറി, ആൾ മാറിപ്പോയി. വേഗം തന്നെ അവിടെ കിടക്കമ്മ വന്ന് കട്ടിലുമ്മ വന്നിരുന്നത് സ്ത്രീ വേഷം കെട്ടിയ ഉദയനക്കുറുപ്പായിരുന്നു. ഉദയനക്കുറുപ്പും മരക്കാരെ അങ്ങോട്ടും മലർത്തിയിട്ടു നെഞ്ചത്ത് കയറിയിരുന്നു. വാളിഞ്ഞെടുത്തു, ഊണിഞ്ഞെടുത്തു. എന്തു പറയണോ എന്ന് ചോദിച്ചു. അയ്യോ എന്തത്, നമ്മൾ കൂട്ടുകാരല്ലേ എന്ന് പറഞ്ഞ മരക്കാരാ പോയിട്ട്, നമ്മൾ കൂട്ടുകാരാണെങ്കിൽ ഞാൻ നെഞ്ചത്തുനിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, മേലാൾ ഇനി താൻ വേറെ അന്യ സ്ത്രീകളെ ഇനി ഒരു കാമാർത്തിയോടുകൂടി നോക്കാനേ പാടില്ല, ഒരൊറ്റ സ്ത്രീകളെ അപമാനിക്കും വിധത്തിൽ പെരുമാറാൻ പാടില്ല, അതിന് ഉറപ്പുണ്ടെങ്കിൽ തന്നെ വിടാം, നമ്മൾ കൂട്ടുകാരായോണ്ടാ തനിക്ക് ഞാൻ ഈ ഒരു ഔദാര്യം തരണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണ്ടേ വേറെ കഴുത്ത് കിട്ടിയതേ എന്നാണ്. അപ്പോൾ കുഞ്ഞാലി ആലോചിച്ചപ്പോൾ ഉദയനനെ ഇപ്പം പിണക്കണത് ശരിയല്ല, ഉദയനൻ പറയണ പോലെ അങ്ങോട്ട് കേൾക്കുന്നേ നല്ലത്, തനിക്ക് ഉയിര് വേണം അതോ കുഞ്ഞമ്മയെ വേണം, അതാ ചോദിച്ചത് ഉദയനൻ. പറഞ്ഞു എനിക്ക് ഉയിര് മതി, ഞാൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഉദയനൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞ് മരക്കാരെ അവിടുന്ന് എണീറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നോട് ഈ പ്രവൃത്തി, എൻ്റെ ഈ ദുഷ്പ്രവൃത്തി കാരണം എന്നോട് വൈരാഗ്യമൊന്നും തോന്നരുത് കേട്ടോ എന്ന് പറഞ്ഞു കുഞ്ഞാലി മരക്കാരോട്. ഉദയനൻ പറഞ്ഞു, ഞാൻ നിന്നെ വാളെടുത്ത് കൊല്ലാൻ തുടങ്ങി, ഈ ചതിയൊക്കെ കാണിച്ചു, ഇതുപോലെ ഈ പരിഹസിച്ചു എന്ന് കരുതി എന്നോട് വഴക്കും വയ്യവേലിയൊന്നും നിനക്ക് തോന്നരുത് കേട്ടോ മരക്കാരെ എന്ന് ഉദയനൻ പറഞ്ഞു. എനിക്കും കുറുപ്പിനോട് അതിനെ പറയരുത്, എന്നോടും വഴക്കും വയ്യവേലിയൊന്നും തോന്നരുത് കേട്ടോ, ഇല്ല എന്ന് പറഞ്ഞ് രണ്ടാളും അങ്ങും കൈ കൊടുത്ത് നടക്കേണ്ടിയിരുന്നൊരു കൊലപാതകം അവിടെ കൂടാതെ കണ്ട് കഴിഞ്ഞ് രണ്ടാളും കൂട്ടുകാരായിട്ട് പിരിഞ്ഞു പോയി എന്നാണ് കഥ. ഉദയനനും കുഞ്ഞാലി മരക്കാരും എന്നാണ് ഈ കഥ. അവർ തമ്മിലുള്ള അവരുടെ ജീവിതത്തിലൊരു സംഭവമാണ്.
ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. തച്ചുളിയതിനെ കുറിപ്പിൻ്റെ വീരകഥകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ മറ്റാരുടെയെങ്കിലും പറയുക, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെയെങ്കിലും സ്വയം പുസ്തകം വായിച്ച് ആസ്വദിക്കണം. നല്ല ഇമ്പമുള്ള നല്ല വടക്കൻ പാട്ടിലെ ശീലുകളാണ് ഇതിലുള്ളത്. ഏറ്റവും ഒടുവിലത് തച്ചോളി ഉദയനക്കുറുപ്പേ ഒളി, അതായത് അവർ സന്ധിയാകണ ഒരു ഭാഗമാണ്. തച്ചോളിയോദേനക്കുറുപ്പേയോളി, ഞാനും പറയുന്നത് അത് തന്നെയാണ്. എന്ത് പരസ്പരം വഴക്കും വയ്യ വെല്ലുമയ്ക്കല്ല, തമ്മിൽ പറഞ്ഞു ചിരിക്കുന്നോള്. രണ്ടാളും തമ്മിൽ പറഞ്ഞ് ചിരിക്കായിട്ട് കയ്യുമുടിച്ചു പിരിഞ്ഞുണ്ടല്ലോ, സ്നേഹമായിട്ട് ഷെയ്ക്കിൻ്റെ കൊടുത്ത് പിരിയും ചെയ്തു. ഇതാണ് തച്ചോളിയതിനെക്കുറിച്ചും കുഞ്ഞാലി മരക്കാരത്തിനുള്ള കഥ. എല്ലാവർക്കും നന്ദി.